പ്രിയമുള്ളവരെ, വാസ്തവികം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വസ്തുവിൽ വീടിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് എപ്രകാരമാണ്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പദവിന്യാസം. വസ്തുവിൽ പദവിന്യാസം നടത്തി വേണം സ്ഥാനനിർണ്ണയം നടത്തുവാനായിട്ട്. പദവിന്യാസം 3 വിധത്തിൽ ചെയ്തു വരുന്നുണ്ട്. ദശവർഗം അഥവാ ആസനപദം, നവവർഗം അഥവാ പരമശായിക പദം, അഷ്ടവർഗം അഥവാ മന്തൂകപദം എന്നീ പദവിന്യാസ രീതികളിൽ ഗ്രഹങ്ങൾക്ക് പരമശായിക പദവിന്യാസമാണ് കൂടുതൽ അഭികാമ്യമായിട്ട് കണ്ടുവരുന്നത്. ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പരമശായിക പദവിന്യാസം നടത്തി വീടിൻ്റെ സ്ഥാനനിർണ്ണയം എങ്ങനെ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. പരമശായിക പദവിന്യാസം നമ്മൾ നടത്തുമ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 9 ഭാഗങ്ങളായി വസ്തുവിനെ തിരിച്ചുക. ഇത് ഈശാനമൂല, ഇത് കന്നിമൂല, കിഴക്ക്, പടിഞ്ഞാറ്, അഗ്നിമൂല, വായുമൂല. മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ മൃത്യുസൂത്രവും, അതായത് ഈ കാണിച്ചിരിക്കുന്നതാണ് മൃത്യുസൂത്രം. അഗ്നിമൂലയിൽ നിന്ന് വായുമൂലയിലേക്ക് പോകുന്നതാണ് മൃത്യുസൂത്രം. അതേപോലെ തന്നെ ഈശാനമൂലയിൽ നിന്ന് കന്നിമൂലയിലേക്ക് വരുന്നതാണ് കർമ്മസൂത്രം. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകുന്നത് ബ്രഹ്മസൂത്രവും തെക്ക് നിന്ന് വടക്കിലേക്ക് പോകുന്നത് യമസൂത്രവുമാണ്. പരമശായിക പദവിന്യാസം നടത്തുമ്പോഴേക്കും ഇതേപോലെ നാഡികൾ സന്ധിക്കുന്നുണ്ട്. ഇനി കാണിച്ചിരിക്കുന്നത് വലിയ ബിന്ദുക്കളെ 5 എണ്ണമുണ്ട്. ഈ ബിന്ദുക്കളെ മഹാമർമ്മങ്ങളെന്ന് പറയും. നമ്മൾ നിർമ്മിതി നടത്തുമ്പോൾ ഈ മഹാമർമ്മങ്ങളിലേക്ക് നിർമ്മിതി കടന്നു വരാതെ, ഭിത്തിയും തൂണുകളും കടന്നു വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ 100 മർമ്മങ്ങളുണ്ട്. ഈ മർമ്മങ്ങളിലൊന്നും ഭിത്തിയും തൂണുകളും കടന്നു വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാണുന്നതാണ് രജ്ജുക്കൾ. രജ്ജുക്കൾ സന്ധിക്കുന്നിടത്താണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള മഹാമർമ്മങ്ങളും മർമ്മങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അവയിലേക്കൊന്നും